ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ ആഹിയുടെ ലുക്കൊന്ന് മാറ്റിയാലോ? പുള്ളിക്കാരൻ നല്ല ഉറക്കത്തിലാണ്. നേരത്തെ ഉറക്കി കിടത്തിയേക്കുക, ഫുഡൊക്കെ കൊടുത്ത്. പകലൊരു സമയമൊക്കെ ഉറങ്ങുള്ളൂ. അപ്പം ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി ഉറക്കത്തിൽ തന്നെ അവൻ അറിയാതെ കൊണ്ടുപോയി മുട്ടയടിക്കാനാണ് ഇന്നത്തെ പ്ലാൻ. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. നല്ല അടിപൊളിയായിട്ട് വെയിലുണ്ടായിരുന്നു. ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് സീനായതുകൊണ്ട് തന്നെ മാക്സിമം ഉണർത്താതെ നോക്കുകയായിരുന്നു ഞങ്ങളുടെ ടാസ്ക്. അതുകൊണ്ട് നമ്മൾ മിണ്ടാതെയും പറയാതെയൊക്കെയാണ് കാറിൽ പോയത്. എന്തായാലും അങ്ങ് ചെന്നപ്പോഴത്തേക്കിനും അവൻ ഉണർന്ന് കാര്യമായിട്ട് പക്ഷെ വിചാരിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അവിടെ മിണ്ടാതൊക്കെ ഇരിക്കുന്ന അവർ തലയൊക്കെ ഇരിയപ്പോൾ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീറ്റേൻ്റെ ആ ഒരു ഇത്. അങ്ങനെ മുടി എടുത്തു തുടങ്ങി. ബാക്കിൽ നിന്നാണ് എടുത്തു തുടങ്ങിയത്. എന്തോ അവനിപ്പോഴും മിണ്ടാതൊക്കെ ഇരുന്നു. പക്ഷെ ചുറ്റിനും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ലാസ്റ്റ് അവൻ തന്നെ കണ്ണാടിയിൽ കണ്ടുപിടിച്ചു എന്താണ് സംഭവമെന്ന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാർട്ടൂണിൻ്റെയൊക്കെ ആവശ്യം വന്ന് ചെറുതായിട്ടൊരു ബഹളം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരാൾ തലയിൽ പിടിച്ചു വെക്കേണ്ട അവസ്ഥയിലോട്ട് എത്തി കാര്യങ്ങൾ. ഏകദേശം ഒരു പകുതി മുക്കാലടുപ്പിച്ചായി. ഇനി കുറച്ചുകൂടെ ഒരു ഭാഗം കൂടെയൊക്കെ ഉള്ളതാ. പകുതി മുട്ട പകുതി മുടി ഹലുക്കായി. കാർട്ടൂണൊന്നും കണ്ട് അധിക സമയം ഇരിക്കാത്ത ആളാണ്. ഇന്നത്തെ പറ്റി ഇരിക്കുന്നു. കാർട്ടൂണിനേക്കാളും ഇഷ്ടം സിനിമ പാട്ടുകളൊക്കെ. പക്ഷേ സിനിമ പാട്ട് ഇട്ട് കൊടുത്താൽ ഡാൻസ് കളിക്കുക, അതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. ഇപ്പോഴാണ് അടുത്ത് കിടക്കുന്ന മുടിയൊക്കെ പുള്ളിക്കാരൻ കണ്ടത്. ഇപ്പം തൊട്ട് അങ്ങോട്ട് ചെറിയ ദേഷ്യമൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ചെറിയ ദേഷ്യമൊക്കെ വന്ന് തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സീനായിരുന്നു. എല്ലാ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. മുടിയൊക്കെ അവൻ്റെ ദേഹത്തോടൊക്കെ വീണപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും പിന്നീട് കരഞ്ഞു. മുടിയൊക്കെ അവൻ തന്നെ വലിച്ച് താഴോട്ടിടാൻ തുടങ്ങി. പിന്നെ കരച്ചിൽ ഇതൊക്കെയായിരുന്നു. കുറച്ച് നേരം അവർ മാറി നിന്ന് നോക്കി കരയാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് ഇടയ്ക്കത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കൊച്ചുമുടിയൊക്കെ ദേഹത്ത് കൊണ്ടതുകൊണ്ടായിരിക്കും അവൻ നല്ല കരച്ചിലാണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ നമ്മൾ നമ്മുടെ ഫൈനൽ ലുക്കിൽ എത്തിച്ചേർന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. പുള്ളിക്കാരൻ നല്ല കരഞ്ഞ് ഏങ്ങിയിരിക്കുക. അതുകൊണ്ട് ഏങ്ങലാണത്. കുറേ നേരം കണ്ണാടിയിൽ നോക്കിയിരുന്ന് കരയുന്നുണ്ടായിരിക്കും. മുടി പോയിൻ്റെ വിഷമമായിരിക്കും. എന്തോ കണ്ണീരൊക്കെ വന്ന് നല്ല കരഞ്ഞ്. അവസാനം ഒന്ന് മുടിയെല്ലാം തട്ടിക്കളഞ്ഞ് ഒന്ന് എണീപ്പിച്ച് നിർത്തിയപ്പോഴാണ് അവന് സന്തോഷമായത്. ലേഡീസ് സലൂൺ ആയതുകൊണ്ടും ജെൻസിന് പ്രവേശനം ഇല്ലാത്തതുകൊണ്ടും ഏട്ടൻ വെളിയിൽ കട്ട പോസ്റ്റായിരുന്നു. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഞാനും പോയി മുടി വെട്ടിച്ചും വരാമെന്നും പറഞ്ഞ് ഏട്ടൻ അടുത്തുള്ള ഷോപ്പിൽ പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഡാഡി ഇപ്പോൾ വരും പിന്നെ വരും എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന് ദേഷ്യം വന്നായി എൻ്റെ കയ്യിൽ നിന്ന് മെല്ലെ താഴെയൊക്കെ ഇറങ്ങി അവിടുത്തെ ചേച്ചിമാരെയൊക്കെ കണ്ണും കൈയും കാണിച്ച് കമ്പനിയാകാൻ നോക്കുകയാണ്. അങ്ങനെ ഒരു ചേച്ചി വന്ന് എടുത്തുകൊണ്ട് പോയി. ടാറ്റ തരാൻ പറഞ്ഞിട്ട് പോലും ആ ചെക്കൻ തന്നില്ല. അങ്ങനെ അവർ നല്ല സെറ്റായി കുറേ നേരമൊക്കെ അങ്ങനെ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വെളിയിൽ വന്നിട്ട് വിളിച്ചു. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്നു. എന്താണ് ആഹിയെ കാണുമ്പോൾ ഡാഡിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് വീഡിയോയിൽ പകർത്താമെന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുത്തു. പക്ഷേ ആഹി കയ്യിലിരിക്കുകയാണ്. ഡോറ് തുറന്നു. അങ്ങനെ കേൾപ്പോഴത്തേനും ചെറുതായിട്ടൊക്കെ കിട്ടിയുള്ളൂ. ഏട്ടൻ അവനോട് എന്തൊക്കെയോ പറയുന്നു, അവനും തിരിച്ചെന്തൊക്കെയോ പറയുന്നു. ഇനി അമ്മ കൊണ്ടുപോയി എന്നെ മുട്ടയടിച്ചു എന്നെല്ലാം ആയിരിക്കും. അങ്ങനെ നമ്മളിവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ടാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലുള്ളവരുടെ എക്സ്പ്രഷനൊക്കെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ വാഹിയെ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ എക്സ്പ്രഷൻ എന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര തിരക്കായിപ്പോയി. വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. വീട്ടിലെല്ലാവരും കൂടെ പുറത്ത് പോകാനൊക്കെ പ്ലാൻ ഇട്ടിരുന്നു. അങ്ങനെ വന്നു. ആഹിയെ ജസ്റ്റ് പെട്ടെന്നൊന്ന് കുളിപ്പിച്ചെടുത്തു. നമ്മൾ പുറത്തോട്ട് പോയി. ഞങ്ങൾ 5 പേരും പിന്നെ ഈ 2 ചോട്ടാസുണ്ട്. അവരും നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലിടാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.